നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1045th day. Today 53rd sloka of Pradhamaskandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1045 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 53ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം 13ാമത്തെ അധ്യായ പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 53ാമത്തെ ശ്ലോകം. ഓം ചിദാസനോ ജിതശ്വാസ പ്രത്യാഹൃത ഷഡീന്ദ്രിയ ഹരിഭാവനയാദുസ്ത രജസത്വതമോമല. ഓം തത്സത്. ജിദാസനോ ജിതശ്വാസ പ്രത്യാഹൃത ഷഡീന്ദ്രിയ ഹരിഭാവനയാദുസ്ത രജസത്വതമോമല. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ജിദാസന, ജിതശ്വാസ, പ്രത്യാഹൃത ഷഡീന്ദ്രിയ, ഹരിഭാവനയ, ദ്വസ്തരജ സത്വതമോമല. അതായത് ജിദാസന ജയിക്കപ്പെട്ട ആസനങ്ങളോട് കൂടിയവനും, ജിതശ്വാസ ജയിക്കപ്പെട്ട ശ്വാസത്തോടു കൂടിയവനും, പ്രത്യാഹൃത ഷഡേന്ദ്രിയ പ്രത്യാഹരിക്കപ്പെട്ട 6 ഇന്ദ്രിയങ്ങളോടും കൂടി, മനസ്സടക്കമാണ് 6 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഹരിഭാവനയ വിഷ്ണു രൂപത്തെ ധ്യാനിക്കുന്നത് കൊണ്ട്, ഹരിയെ ധ്യാനിക്കുന്നത് കൊണ്ട്, ദ്വസ്ത രജ സത്വ തമോ മല. ദ്വസ്ത എന്ന് പറഞ്ഞാൽ നശിക്കപ്പെട്ട, രജ രജസ്, സത്വ സത്വഗുണം, തമോ ഗുണം അമല അതായത് മലത്തോടു കൂടിയ. രജസായാലും സാത്വികമായാലും തമോ ഗുണമായാലും, തമോ ഗുണം ഏറ്റവും മോശം, സത്വഗുണം ഏറ്റവും ഉയർന്ന നല്ല ഗുണം. എങ്കിലും ആ സാത്വിക ഗുണം പോലും ഇല്ലാതായാലാണ് ആ ഭഗവാനോട് ലയിക്കുവാൻ സാധിക്കുക. ഒരു ഗുണങ്ങളും ഇല്ലാത്ത നിർഗുണമായിട്ടുള്ള ആ ഭഗവാനെ അറിയണമെങ്കിൽ, ഭഗവാനിൽ ലയിക്കണമെങ്കിൽ എല്ലാ ഗുണങ്ങളും ഇല്ലാതാകണം. സാത്വിക ഗുണം ഭഗവാനിലേക്ക് അടുക്കാൻ സഹായിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ഈ നാരദർ ധർമ്മപുത്രരോട് പറയുന്ന ഭാഗമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, വിതുരരും ധൃതരാഷ്ട്രരും ഗാന്ധാരിയുമൊക്കെ കാട്ടിൽ പോയി അവിടെ തപസ് ചെയ്ത് കൈലാസത്തിൽ പോയതൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ട് അവർ 6 ഇന്ദ്രിയങ്ങളെയും ജയിച്ച്, ജയിക്കപ്പെട്ട എല്ലാവിധ ആസനങ്ങളെയും ജയിച്ച്, എല്ലാവിധ ശ്വാസങ്ങളെയും ജയിച്ച്, ഇങ്ങനെ ശ്വാസം കഴിക്കണം, ശ്വാസം പോലും അവർക്ക് നിർബന്ധമില്ലാതെ ശ്വാസത്തെയും ആസനങ്ങളെയും 6 ഇന്ദ്രിയങ്ങളെയും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് 6 ഇന്ദ്രിയം എന്ന് പറയുന്നത്. 6 ഇന്ദ്രിയങ്ങളെയും എല്ലാം ജയിച്ചിട്ട് ഹരിയെ മാത്രം സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട്, നശിക്കപ്പെട്ട രജസ്, സാത്വികം, താമസം എന്നിങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളെയും നശിക്കപ്പെട്ട് അവിടെ 5 ആസനങ്ങൾ, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം എന്നിവ എല്ലാം ജയിച്ചിട്ട് വളരെ ശുദ്ധതയോടുകൂടി ഇരിക്കുകയാണ് ഹിമാലയത്തിൽ എന്ന് പറയുകയാണ് ധർമ്മപുത്രർ. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ധർമ്മപുത്രരോട് നാരദർ ആലോചിച്ച് അവിടുന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ ആ ഹരിയുടെ പദത്തിലെത്തുവാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവർ നേടിക്കഴിഞ്ഞു എന്ന്
നാരദർ ഉറപ്പിച്ച് പറയുകയാണ് യുധിഷ്ഠിരനോട്. ശ്ലോകം ഒരിക്കൽ കൂടി. ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃത ഷഡീന്ദ്രിയ ഹരിഭാവനയാദുസ്ത രജസത്വതമോമല. ഒരാൾ സന്യാസം സ്വീകരിച്ച് കാട്ടിൽ പോയാൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്തിരിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാട്ടിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ വീടുകളിൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും ഒതുങ്ങി ഇപ്രകാരം നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ച് എല്ലാ ഗുണങ്ങളും ഇല്ലാതാക്കി, ആദ്യം തന്നെ തമോ ഗുണം ഇല്ലാതാക്കണം, പിന്നീട് രജോ ഗുണം ഇല്ലാതാക്കണം, പിന്നീട് സാത്വിക ഗുണത്തിൽ നിലനിന്നുകൊണ്ട് ആ ഗുണവും ഇല്ലാതാക്കി ഭഗവാനെ ലയിക്കണം എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നാരദ മഹർഷി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.